ഐ വാണ്ട് മൈ ബോക്സ് ബാക്ക്. എന്നെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ് ആ ബോക്സ്. നമുക്ക് ഈ കീയും മൊബൈലും ഒരാളെ കൊടുത്താൽ പോരായിരുന്നു? അങ്ങനെയാണ് അവർ വേഗം കണ്ടുപിടിക്കത്തില്ലായിരുന്നു. രണ്ടുപേർക്കും ആവശ്യത്തിന് പൈസ കൊടുക്കുന്നതാണ്. കുറച്ച് കഷ്ടപ്പെടട്ടെ കണ്ടുപിടിക്കേ. പട്ടി അന്ന് ഞാൻ എന്റെ ഫോൺ അയാൾക്ക് എടുത്ത് കൊടുത്ത് തുമ്പൂല്ല കാണാൻ പോണാന്ന് പറയാണ്ട് പെട്ടി എടുക്കടാ. Give me 3 days. അവനെ കൊന്നിട്ടാണെങ്കിലും ആ താക്കോൽ ഞാൻ കൈക്കലാക്കിയിരിക്കും. അല്ലെങ്കിൽ കൊട്ടേഷൻ ആരാ വന്ന് ആരും അറിയില്ല, പേര് പറയും. പക്ഷെ ഒരു കാര്യം അറിയാം, ഈ ഡിക്രൂസിന്റെ കൂടെ തന്നെയുള്ള ആളാണ്. നിനക്ക് തീരെ സ്റ്റാമിന ഇല്ലേട്ടാ. നിന്റെ സ്റ്റാമിന ഇപ്പം ഞാൻ കണ്ടായിരുന്നു. ഇപ്പം നിന്റെ വായിന്ന് വന്ന പത തൂത്തുകളാ. ഒരു വേറെ ആളെ കുറ്റം പറ. എന്റെ പൊന്നെണ്ണം നിങ്ങളല്ലേ മെയിന്. ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് അല്ലേ. നാളെ ഒരു ചേസ് വന്നാലാ, ഒരു സ്റ്റണ്ട് വന്നാലാ, നിങ്ങൾ എങ്ങനെ പിടിച്ചേക്കുക? ആദ്യം ഈ ശരീരമൊക്കെ ഒന്ന് ശരിയാക്കി കുറച്ച് ആരോഗ്യമുള്ള ഏതെങ്കിലും ഡിറ്റക്റ്റീവ് ആണെങ്കിലേ കള്ളം നമ്മുടെ കൂടെ ഇപ്പം ഇരുന്ന് ഇവിടെ സർവത്ത് പിടിക്കുന്നുണ്ട്. ഇപ്പം വയറൊക്കെ ഒന്ന് കുറക്ക്. വയറ് ഓർക്കാനുള്ള ഏജും ചെറുതാ പോരെ. ചേർപ്പ് എൻ്റെ പേരൊന്നും പറയാം. ഇതാ അപ്പോഴേക്ക് ജിമ്മിന്റെ ആട് എത്തി. ഫിറ്റ് ജിം അണേ നല്ല ജിമ്മാവും വന്നേട്ടാ. നമുക്കിന്റെ റേറ്റ് ഒക്കെ ഒന്ന് അന്വേഷിച്ചാലാ. അണ്ണതേ നോക്കിയ 6 pack ഒക്കെ ഉണ്ട്. അണ്ണ ഇതുപോലൊക്കെ ആയാലുണ്ടല്ല പൊളിക്കും. എന്താന്നാ ശരിക്കണ്ടല്ല. എന്താ കിട്ടിയറോ കള്ളനാ, കള്ളനെ കിട്ടി ഓനെ. നമസ്കാരം മാസ്റ്റർ. ജിമ്മിച്ചാനെ വന്ന ഇല്ലേ? ഞാൻ ചെറുക്കാൻ വന്ന ഇവനെ. ഇവന് ചെറുക്കാൻ വന്ന മാസ്റ്റർ നോക്കരുന്നില്ലേ കൊണ്ടാക്കട അവിടെ. ഇവിടെ നോക്കണ്ട ഉണ്ടല്ലോ. എന്നാ എനിക്ക് ജിമ്മില് ഞാനുണ്ട്. ഡീറ്റെയിൽസ് പറയാണ്ട്. പേരെന്താ? സുഖു. സുഖു. നിന്റെ സഹായി. സഫായി. ക്യാഷ് കാർഡ്. എൻ്റെ ഒരു കാർഡില്ല. കാർഡ് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ജോയിൻ പ്രോസസ് കംപ്ലീറ്റ്. നാളെ രാവിലെ ഓൺ ടൈം. ഓക്കെ താങ്ക് യു. ഓക്കെ ശരി സർ. അപ്പം നാളെ തൊട്ട് എൻ്റെ ജിമ്മ് ഓക്കെ മോർണിംഗ്. ഇവന്മാർക്കെന്താ ജിമ്മിക്കാൻ ഇപ്പം എല്ലാം കണക്റ്റായി. ജിമ്മ്, ലോക്കറ്, ചാവി. കള്ളൻ കുൽക്കറിനെ ഫോളോ ചെയ്തത് വെറുതെ അല്ല. വെറുതെ ഫോളോ ചെയ്യാൻ കുൽക്കറിന് വലിയ തേങ്ങയൊന്നുമല്ലല്ലോ. അപ്പോൾ അതിന് പുറകിൽ എന്തോ കാരണമുണ്ട്. യെസ്, ആ ചാവി പി. ഓക്കെ, ഞാൻ പ്ലാൻ പറയാം. നാളെ നമ്മൾ ജിമ്മിൽ ചേർന്നു. കുൽക്കറിനെ കണ്ടുപിടിച്ച് ഏത് വിധേനയും അവൻ്റെ കയ്യിൽ നിന്ന് ആ ചാവി അടിച്ച് മാറ്റുന്നു. ഓക്കെ, ആ ചാവി ഉപയോഗിച്ച് ആ ജിമ്മിൽ ഏത് ലോക്കർ തുറക്കുന്നോ അതാണ് ആ കള്ളൻ്റെ ലോക്കർ. തുറന്ന ലോക്കർ നമ്പർ എടുത്ത് നമ്മൾ ജിം മാസ്റ്ററോട് ഒന്നും അറിയാത്തല്ലേ, മാസ്റ്റർ ഇത് ആരുടെ ലോക്കർ? അപ്പൊ അയാൾ പറയുന്നു ഇന്നയാളുടെ ലോക്കർ. കവർ എപ്പോഴും കിട്ടുന്നു. എനിക്കൊരു സംശയം. അന്ന് എന്നെ തന്നെ തടിയനാരറിയും. അത് വല്ല മൊബൈൽ മോഷ്ടാവായിരിക്കും. ഓ പിന്നെ കോപ്പിങ്ങല്ല മൊബൈൽ മോഷ്ടിക്കാൻ പറ്റുന്നത്. എന്റെ പൊന്നു തോന്നുന്ന പൈസ ഉണ്ടെങ്കിൽ മൊബൈൽ വന്നപ്പോലെ. ഇനി അവനാവൂ കവൻ. അയാളൊന്നും ആയിരിക്കില്ല. അതാണോ അവന്റെ അമ്മാച്ചനോ? ഒരാൾ എങ്ങനെയെങ്കിലും ഒരു കേസ് കണ്ടുപിടിക്കാൻ ഒരേ കൊലത്ത് ചോദ്യമായി വന്നോളും. അല്ലെങ്കിൽ പ്രതിമ വെച്ചാൽ നിൽക്കുമല്ലോ. എന്നാ ഞാനും ലോജിക്കലായിട്ട് ഇത്ര ഞാൻ എത്തിച്ച്. ഇനി ഞാൻ അന്വേഷിച്ച പോലെ പോയിട്ട് കള്ളനെ കിട്ടുകയും നോക്കാം. ഓക്കെ.
അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ജിമ്മ് കയറുന്നു, സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയും കുൽക്കറിന്റെ കയ്യിൽ നിന്ന് ആ ചാവി അടിച്ചു മാറ്റുന്നു, ലോക്കർ തുറക്കുന്നു. ഓക്കെ ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ. ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ. ഓക്കെ. എന്താ ഇവിടെ പുൽക്കറി ഇത് പൊതുവെ നമ്മളെ പുറകെ തന്നെ ഉണ്ടാവില്ല. ശരിയോ? ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലും ബാത്ത് ഇപ്പൊ ഉണ്ടാവും. പോവാ. അതാ അണ്ണ ഇമ്മാതിരി ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് അവർക്ക് സംശയം തോന്നൂലേ? എടാ സംശയം തോന്നാതിരിക്കാൻ ഇതുപോലെ പൂക്കളുള്ള സിമ്പിൾ ഡ്രസ് ഇട്ട് വന്നേക്കുന്നേ. എടാ ഈ ഡ്രസ്സിൽ നമ്മളെ കണ്ടാൽ നമ്മുടെ ഡിറ്റക്റ്റീവ്സ് ആണ്, ആയിരിക്കും കണ്ടോ? നമ്മുടെ കുഴിക്കറിന് എന്തിയടേ? സാധാരണ നമ്മുടെ പുറത്ത് തന്നെ കാണുന്നതാണ്. എനിക്ക് നമ്മുടെ കുൽക്കറിനെ കള്ളം കൊന്നു. ഒരു പഞ്ചപാവത്തിന് പെടാപ്പാട് നിർത്താവും വരാതമൻ. ഇങ്ങോട്ടേക്കാണ് നമ്മൾ കയറി പോണ്ടേ? നമ്മൾ മസിലുണ്ടാക്കാനല്ലോ, അതോ അന്വേഷണമല്ലേ? കുഴപ്പമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. ഡീസന്റ്. ഇവിടെ ആൾക്കാരൊന്നുമില്ലേ, ശബ്ദം മാത്രമേ ഉള്ളൂ. അണ്ണ ദേ കുൽക്കറി. അവനെന്തോ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലാതെ അവൻ ഇവിടെ കിടന്ന് നിരങ്ങില്ല. അണ്ണ അതെന്താണെന്ന് ഞാൻ പോയി ചോദിച്ചാരാ? പണ്ടത്തെ പറയാതെ. ചേട്ടാ നീ എന്തരില്ല മാസ്റ്റർ പ്രോട്ടീൻ ചോദിക്കാം. അയ്യോ അതല്ല, ഒരു സഹായം ചെയ്യും. എന്ത് സഹായം? തടയും. എത്ര തടയും? നോക്കാം. ചേട്ടാ ആ തൊപ്പിയിട്ടിരിക്കുന്ന പോങ്ങ പേര് കുൽക്കർണി. കുൽക്കർണി കുൽക്കർണി സാറേ, കേസന്വേഷണ കടമരിയായി. അതൊക്കെ അങ്ങനെ പോകും. നീ ഏതാടാ അരപ്പേ? മാസ്റ്റർ അതെ, മാസ്റ്റർ പാഴണം. മതി റെസ്റ്റ് എടുത്തോ. എഴുന്നേറ്റ് ഒരു 250 സ്കോട്ട് അടിച്ചേ. എഴുന്നേക്ക്. ആ പോ. പോ. ഈ കീ നിന്റെ ആണോ? ചാവി ഒന്ന് പോക്കറ്റിലേക്ക് ഇട്ട് ഇവിടെ വെച്ചേക്കാം. തൊപ്പി കൂടെ അണ്ണ വല്ല വഴിയുണ്ടോ? വഴിയുണ്ട്. വഴിയുണ്ട്. നമുക്ക് അവന്റെ കുണ്ടി ഫോക്കസ് ചെയ്യാം. അവന്റെ പുറകെ നടന്ന് അവനറിയാതെ അവന്റെ പോക്കറ്റിൽ നിന്ന് താക്കോലെടുക്കണം. ഹലോ, കുണ്ടി തരണ്ടേ? എന്താ പരിപാടി? രണ്ടുപേർക്കും കൂടെ അവിടെ സംസാരിക്കാനുള്ള ബീച്ചിലോട്ട് പാർക്കിലോട്ട് പോ. നീ പോയി 100 ക്രഞ്ചസ് അടിക്ക്. നീ പോയി 2 പുഷപ്പ് എടുത്തേ. ആ പോ ചെല്ലു പോ. ഇത് എന്തോ കാണിക്കണേ? ഇതിങ്ങനെ അല്ല ചെയ്യണത്. തിരിഞ്ഞേക്ക്. ആ തിരിഞ്ഞടിച്ചേ. ഹലോ, എന്താ നോക്കി കിടക്കണോടാ? ഡംബൽ
അമ്പലം അവിടെയാണ്, പോ അങ്ങോട്ട് പോ. ഓടാ. എന്താ ഈസി 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 കം ഓൺ ഈസി 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 ഈസി. അവൻ സപ്പോർട്ട് ഞാൻ കൊടുത്തോളാം. പോ 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 പോ. ദേ, ഇത് കാണിക്കുവാ പോയെ. നിന്റെ വീട് കുണ്ടന്നൂരാണോ? അല്ല ഇത് അങ്ങനെയല്ല അടിക്കുക. ഒരു 200 പുഷപ്പ് അടിക്കും പോ. കുറച്ച് കറിയോ? ഫോളോ ഫോളോ. ഇവന്റെ കുണ്ടിൽ പറ്റിയിരിക്കണം താക്കോല്. ഒരു പൊടി അനങ്ങുന്നില്ല. ഇപ്പോഴും പുറകിൽ കൊണ്ട് നടക്കില്ലൊന്നും കവച കൊണ്ടില്ലോ. 97, 98, 99. വഴി കിടന്നിട്ട് അഭ്യാസം. ഇവനൊക്കെ കേസ് അന്വേഷിക്കുന്നു. മതി മതി. ആരെങ്കിലും വന്ന് നോക്കണം. ഞാൻ പട 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 എല്ലാ ലോക്കറും തുറന്നിട്ട് അവന്റെ ലോക്കർ കണ്ടുപിടിക്കും. ഓക്കെ, വാച്ച് ലൈക്ക് എ ഡോഗ്, വാച്ച് ലൈക്ക് എ ഡോഗ്. ഓക്കെ. ഏത് തുറക്കും? 7007. ദൈവമേ തുറക്കണേ. തുറക്ക്. ഞാനിതെന്താ ഒരേ സമയമല്ലേ പോയിട്ട്. എന്തായി? ഇതിൻ്റെ അകത്തൊരു മാങ്ങാത്തൊലി ഇല്ലടേ. ഒന്നുമില്ലേ? നോക്കട്ടെ. ഇതുവരെ ചെയ്ത പണിയൊക്കെ വെള്ളത്തിലായല്ലോ. ഞാൻ തുറന്നു ഇതാ. ഞാൻ നോക്കുന്നപ്പോ അതിലാണ് ആ താക്കോലിങ്ങതാ. മുപ്പത്. പതിനെട്ട് ഓർക്കണം. 26. അണ്ണാ 31. തുറന്നു. ഇവിടെ എല്ലാ ലോക്കറിനും കൂടി ഒരൊറ്റ ചാവിയാ. നീ അവസാനമായിട്ടൊരു നമ്പർ ആണ്. അണ്ണാ 37 ഓർക്കണം. ഇതുകൂടെ തുറക്കാൻ നോക്കും. തുറക്കുമല്ലോ. എന്നിട്ട് നമ്മളങ്ങ് പോവും. മെനക്കെട്ട പരിപാടിയായി. അണ്ണാ 37 വേണ്ട, 36 നോക്കാം. 36 36.
ഈ കാർഡ് ഉപയോഗിച്ച് നിനക്ക് മോക്ഷ പബ്ബിൽ കയറാം. കാർഡ് 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 ഏത് വിധേനയും അവിടെ ഞാൻ ഡോൺ ഡിക്രൂസിനെ ഈ 15-ാം തീയതി എത്തിച്ചിരിക്കും. 15-ാം തീയതി ചൊവ്വാഴ്ച. 15th is his birthday. ഹാ ഹാ ഹാ. ഇനി ഒരു കാരണവശാലും നമ്മൾ തമ്മിൽ ഫോണിൽ വിളിക്കാൻ പാടുള്ളതല്ല. ചുറ്റിലും ഡിറ്റക്റ്റീവ്സാണ് നമ്മളെ കുറിച്ച്. ഇനി ഡോൺ ഡിക്രൂസിന്റെ 16 കാണാം. 16 അന്ന് നിന്റെ ഫുൾ എമൗണ്ട് ഞാൻ സെറ്റിൽ ചെയ്യും. അതുവരെ നോ കോണ്ടാക്ട്. അഡ്രസ്സ് മറക്കണ്ട. മോക്ഷ പബ്, ദുബായ്. അണ്ണാ അപ്പൊ അവൻ ഡോണിനെ കൊല്ലാനുള്ള പരിപാടിയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നീ പേടിക്കണ്ട, വഴിയുണ്ട്. 36 ഡി ഡി കാർഗോ സ്റ്റാഫിന്റെ ആണോ? DD കാർഗോ, ഡോൺ ഡിക്രൂസ് കാർഗോ. ഏത് സ്റ്റാഫിന്റെ ആണെന്ന് പറയാൻ പറ്റുമോ? നോക്കട്ടെ. വി ആർ മുത്തുകൃഷ്ണൻ. ഓക്കെ, താങ്ക് യു. ഹലോ, എവിടെ പോണുണ്ട്? ഒരു 50 പുഷപ്പ് അടിച്ചു പോയി. 50 പുഷപ്പ് അടിച്ചിട്ട് വീട്ടിൽ പോവാൻ. ചുമ്മാ ഇരിക്കല്ലേ? 50, 100, 1000 വെച്ചാ പോയി അടിക്കണം മിസ്റ്റർ. ഇതൊക്കെയല്ലേ ആളാവല്ലേ? നമ്മുടെ നമ്പർ 36. ഇതിലൊന്നുമില്ലല്ലോ. കാര്യം ഹലോ, എന്നെ വിളിക്കരുതെന്ന് പ്രത്യേകം ഞാൻ ആ കത്തിൽ എഴുതിയിരുന്നല്ലടാ. ആ, ഇനിയും നമ്മൾ ഫോണിൽ സംസാരിച്ച് ചിലപ്പോൾ പിടിക്കപ്പെട്ടേക്കും. ഈ വരുന്ന 15-ാം തീയതി ഡോണിന്റെ ബർത്ത്ഡേ പാർട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഡോണെ ഞാൻ മോക്ഷ പബ്ബിൽ എത്തിക്കും. ഒരങ്ങന്റെ മാസ്ക് ഇട്ട് വേണം വരാൻ. കാർഡ് എടുക്കാൻ മറക്കരുത്. മാസ്കോ? മാസ്ക് ഇടണം. കാണാൻ വലിയ മെനയില്ലാത്ത മാസ്ക് ആണെങ്കിലും അതിന് പിന്നെ വലിയൊരു കഥയുണ്ട്. അഡ്രസ്സ് ക്ലിയർ ആണല്ലോ അല്ലേ? അഡ്രസ്? ഓ എടാ, മോക്ഷ പമ്പ്. അതിന് ലോക്കറിൽ ഒരു തേങ്ങയില്ല. ഇനി മേലെ നോ കോണ്ടാക്ട്സ്. ഓക്കെ. ഹലോ, 15-ാം തീയതി മോക്ഷ ക്ലബ്ബ്, കൊരങ്ങിന്റെ മാസ്ക്. ഡോണിനെ കൊന്നാ പോരെ, ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ബൈ, ഒരു ചാവി കണ്ട? കീ ദേക്കാ? ഓ, ഇനിയിപ്പോ ഞാൻ ഡോണിനോട് എന്ത് പറയാം? അപ്പന പോലെ. ആ പെട്ടി മോഷ്ടിച്ചത് ഞാനാണ്. ഇതൊക്കെ എൻ്റെ പ്ലാനായിരുന്നു. ഓഹോ, അപ്പൊ ഇവനാണല്ലേ കള്ളൻ? ഓഹോ അല്ല, ഇത് ആ മുത്തുവിനെ കൊണ്ട് ഡോണിന്റെ മുന്നിൽ നിന്ന് പറയിപ്പിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ഇപ്പൊ തന്നെ അവനെ പോയി പിടിച്ചാലാ? അല്ലേ വേണ്ട, ബാക്കിയൂടെ കേൾക്കാം. എല്ലാത്തിനും വ്യക്തമായ ഒരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. നീ പഴയ സിനിമകളിലൊക്കെ കണ്ട പരിപാടികൾ തന്നെ. ഇതുവരെ കാണിച്ചൊന്നും വേറെ സിനിമയിൽ ഇല്ലാത്തതുകൊണ്ട് നന്നായി. പറയുന്ന കേൾക്കണം അവിടെ. നാളെ രാത്രി 12 മണിക്ക് ഡോണിന്റെ ബർത്ത്ഡേക്ക് ആരും അറിയാതെ ഈ മാസ്ക് വിട്ട് നമ്മൾ ആ മോക്ഷ പബ്ബിൽ കയറും. ഓക്കെ. അവിടെ വെച്ച് ഡോണിന്റെ ഈ കേസ് നമ്മൾ ഫിനിഷ് ചെയ്യും. ഓ മൈ ഗോഡ്, ആ പാവം ഡോണിനെ കൊല്ലാനുള്ള പരിപാടിയാ. ഇത് തകർക്കണം. ദുഷ്ട. പിന്നെ ഒരു തോക്ക് കയ്യിൽ വെച്ചേക്കണം. പറഞ്ഞേക്കാം. തോക്ക്. ദൈവമേ, ഞാനിനി തോക്കിനെവിടെ പോകും? അടിയുടെ ഇടിയുടെ വെടിയുടെ മടയുടെ കെടിയുടെ ചതിയുടെ വിധിയുടെ കളിയുടെ
പടയോട്ട കളിയാട്ട തിറയാട്ടം ഓടുന്ന നേടും ഞാനോ നീയോ ഇതാ ദൂരെ ഒരു മഹാസേനയുടെ നിര നിര സദാ വേഗമോടെ ഇതാ ചാരയൊരു പടാ പടാ അകലെ പോരിന് നേരമായി ഇവിടെ പടനിലമുയരവേ അരികിലാരിനി സായുധം വരി 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 വരിയായി പാതയോരം നീളെ നേരിട്ടും പോരിട്ടും പടയോട്ടേടാനാരോ ഞാനോ നീയോ ആറുംകോളും തീരത്തെത്തി മാറുംകോലം താരെ പിന്നെ കാണെ കാണെ വീരം പൊട്ടിപ്പോരുകിടാ നീരും നോവും നേരം തുണയും നീയും ഞാനും കാലെ കാട്ടേ എതിരിടാ മണ്ണും വിണ്ണും മിന്നും പോലെ നീയേ അരിയായിരം കൂടെ കെണിയാകവേ താനേ പകരാറിടും പോലെ നീയേ അകലെ പോരിന് നേരമായി ഇവിടെ പടനിലമുയരവേ അരികിലാരിനി സായുധം വരി 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 വരിയായി പാതയോരം നീളെ നേരിട്ടും പോരിട്ടും പടയോട്ടേടാനാരോ ഞാനോ നീയോ ആറുംകോളും തീരത്തെത്തി മാറുംകോലം താരെ പിന്നെ കാണെ കാണെ വീരം പൊട്ടിപ്പോരുകിടാ നീരും നോരും നേരം തുണയും നീയും ഞാനും കാലെ കാട്ടേ മണ്ണും വിട്ടും വിട്ടും പോലെ ഹാപ്പി ബർത്ത്ഡേ ഡോൺ. ഹാപ്പി ബർത്ത്ഡേ ഡോൺ. നമ്മൾ ലേറ്റ് ആയെന്നാ തോന്നുന്നത് കേട്ടോ. നീ ഇവിടെ നിൽക്കണം, സിഗ്നൽ കാണിക്കുമ്പോഴേ വരണം. മാസ്ക് കേട്ടോ, നീ മാസ്ക് എടുത്തിട്ട്. ഇതെന്താ നീ മാസ്ക് ഇട്ടിട്ടുണ്ടാ? ഇവിടെ കണ്ടറിയില്ല കേട്ടാ. കേൾക്കണം, സിഗ്നൽ വരുമ്പം വരണം കേട്ടോ. ഞാനിങ്ങനെ വരാനുണ്ടോ? ഇല്ല, ഇനിയിപ്പോ ആരും വരാനില്ല. അവരൊക്കെ നാളത്തെ പാർട്ടിക്ക് വരത്തുള്ളായിരിക്കും. എന്നാ പിന്നെ നമുക്ക് കേക്ക് മുറിച്ച് അങ്ങോട്ട് തുടങ്ങിയാലോ? അല്ല, നമുക്ക് ആദ്യം വൈൻ കുടിച്ചിട്ട് കേക്ക് മുറിക്കാം. വേണ്ട, ആദ്യം കേക്ക് മുറിച്ചിട്ട് വൈൻ എടുക്കാം. അല്ല, ആദ്യം നമുക്ക് വൈൻ കുടിച്ചിട്ട് കേക്ക് മുറിക്കാം. വേണ്ട, ആദ്യം കേക്ക് മുറിച്ചിട്ട് വൈൻ കുടിക്കാം. അല്ല, നമുക്ക് ആദ്യം വൈൻ കുടിച്ചിട്ട് കേക്ക് മുറിക്കാം. ആദ്യം കേക്ക് മുറിക്കാം. ആദ്യം വൈന്, കേക്ക്, വൈന്, കേക്ക്, വൈന്, കേക്ക്, വൈന്. Happy birthday to you. Happy birthday to you. Happy birthday, dear Don Diku. Happy birthday to you. Your birth date will be celebrated as your death date, Mr. Don DeCruz. റോക്കി, തീർക്കളാ മൂന്നിനെ. ഡോൺ, ഇവനാണ് കള്ളൻ. എന്റെ അച്ഛനാണ് കള്ളൻ. ഡോൺ, കള്ളനെ കൊണ്ട് ഞാനാണ് കള്ളൻ എന്ന് പറയിപ്പിക്കാൻ ഞാൻ കളിച്ചൊരു സൈക്കോളജിക്കൽ മൂവായിരുന്നത്. ഇവനാണ് കള്ളൻ. ഒരുമാതിരി പോകരുതരം പറയരുത്. മുത്തുവിന് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. മുത്തുവിന് അതിന്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ കൊല്ല ഒരു ചെറിയ കൊട്ടനല്ലേ കൊടുത്തുള്ളൂ. പിന്നെ ആരുടെ കള്ളൻ?
സഹായ പുറത്ത് നിർത്തിയാണല്ലോ. ഈ സംബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ എന്തിനാ കയറി വരുന്നത്? സംബന്ധം ഇருக்கு. മഞ്ഞപ്ര നീലകണ്ട സഹായ എന്ത് പറ്റി? എങ്ങടാ എൻ തമ്പി? തമ്പിയെ ചോദിക്കുന്നു. ഏത് തമ്പി? എനിക്കറിയോ. എനക്ക് എന്നോട് തമ്പിയെ വേണടാ മൈരേ, 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 മൈരേ. ഡോൺ ഏതാ ഈ അസഭ്യം പറയുന്നത്? அந்த பொட்டிக்காரன் என்னோட ஆள் ஜம்பர். எங்கடா அவன்? கொன்னுட்டியா? சொல்றா. ஜம்பரா? ஏது ஜம்பர்? சொல்றா. എന്താ സംഭവം? இல்லனா இவன் காலி. ഡോണെ സഹായി. ഡോൺ നമ്മുടെ സഹായി. നീ അവനെ തട്ടിയാ? എനിക്ക് അങ്ങനെ പറയല്ലേ, ഇത് കളിത്തോക്കണം. അവനെ കൊല്ലും. പറ, വേണ്ടെന്ന് പറ. എനിക്കൊരു കാര്യം പറയണ്ട. എന്ത് പറയാ? പറയട്ടെ. എന്ത് കാര്യം? മറ്റേത് ഏത്? നിങ്ങളുടെ തമ്പി എവിടെ ഉണ്ടെന്ന് ഇവനറിയാം. ഞാനോ? ഇവനറിയാം. എനിക്കറിയില്ല. എനിക്കറിയാം, ഇവനറിയാം. എനിക്കറിയില്ല. ഈ ശകരത്തമ്പേ അല്ല, തിരുത്തമ്പേ അല്ല, വെളുത്തമ്പേ. ചോദിക്കാൻ ഓടെ പന്നി. അയ്യോ സോറി. ചിരിക്കാതെ മുണ്ടങ്ങളെ പുടിയാവനെ. ആ കള്ളം മുത്ത് മുങ്ങുന്നു. അല്ല, എനിക്ക് ഒന്നേ മുക്കാൽ ഹോമിയോ കൂടി കുടിക്കാണ്ട് ഞാൻ കുടിച്ചിട്ട് വരാം. ഇയാൾ കള്ളല്ലേ, ഈ മാസ്ക് ആണ് ഇയാൾ അപ്പൂപ്പന്റെ. താൻ എവിടുത്തെ ഡിഗ്നിറ്റി ആളാ? ഇത് വെച്ച് ഉമ്മാരെ തട്ടിക്കഴിഞ്ഞാൽ അതുകൂടെ പറഞ്ഞു വല്ലാവൂല. എന്നെ മുദ്ദ എവിടെ പിടിക്കോ? കൊല്ലൂളം തന്നെയാണെന്ന് മാരക തിരക്കോ. തല്ലരുത് തല്ലരുത്. ഓടി രക്ഷപ്പെടാൻ നോക്കരുത്. ഞാൻ പലരെയും പിടിവെച്ചു കൊണ്ടിട്ടുണ്ട്. നിൽക്കാൻ സ്ഥലം എന്തോടെ ഇപ്പൊ പിടിക്കും. 3 പേരോട് ചേർന്ന ഒരാളെ തല്ലുന്ന സുപ്രീം കോടതി നിയമമുണ്ട്. ജാമ്യമില്ല കേസാ കേട്ടോ. കളിപ്പൊക്കെ പൊട്ടില്ല. ദയവേത് നിങ്ങൾ എന്നെ ഇങ്ങനെ ഓടിക്കല്ലേ പ്ലീസ്. വിക്രമ തോക്കറ. അണ്ണാ എന്നെ കൊണ്ട് പോകുന്നില്ല. നിനക്ക് തരൂലുള്ള പാട്ടി നമ്മളാളാണ്. സോറി കേട്ടോ, ഒരു കോള് വന്നിട്ടുണ്ടേ. ഹലോ. അയ്യോ ചേട്ടാ, ലാപ്ടോപ്പ് സെറ്റാണ് ചേട്ടാ. അതെ ചേട്ടാ, ഞാനേ വേറൊരു കേസിന്റെ ക്ലൈമാക്സ് ഫൈറ്റിലാണ് ഉള്ളത്. ഞാൻ ഇത് തീർത്തിട്ട് രാവിലെ വിളിക്കാം. ആ ലാപ്ടോപ്പ് ആയിട്ട് തന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഞാൻ തീർത്തോട്ടെ. ഓക്കെ 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 ഓക്കെ. എല്ലാവരും പട്ടികളെ ഒറ്റയെണ്ണ അനങ്ങിപ്പോരുത്. ഡിറ്റക്റ്റീവ് കുൽക്കർണിയോടാണോ കളി?
അണ്ണാച്ചി അറിയോ ഇതാരാണ് നിങ്ങളുടെ ഇന്നത്തെ വന്നു ഞാൻ ഒരാളെ അന്വേഷിച്ചു. ഓ ഒന്നൊക്കെ സഹായി സഹായ് സഹായ് നിന്നെ വിളിക്കുന്നത് ചേട്ടാ എവിടുന്നാ? കോഴിക്കോട്. കോഴിക്കോട് നിന്നെ കേട്ടതാ ചേട്ടാ ആ വരുന്ന സഹായ കേട്ടോ ഞാൻ ഒരു കാര്യം തന്നെ വേണോ സഹായി? നിന്റെ ഓലൊക്കെ പോലത്തെ ഫോണ് என் கோவில் சாமிதோ என்னை காக்கும் தேவனீதோ காப்பாத்தும் கண்ணனிவன் என்னுடைய அண்ணன் என்னுடைய அண்ணன் என் பாச தம்பிதோ என் நெஞ்சின் பாசமணி தம்பி நீ எங்கே போய் துளைந்து விட்டாரோ துளைந்து விட்டாரோ உன்னை நான் தேடி பார்த்தேனே நீ சொல்லு மகிழே நீ எங்கே என் பாசமணி അന്റെ രമണിയാണ് എന്റെ ഭർത്താവ്. അയ്യോ അന്റെ പുണ്യാത്മ എന്നെ പീഡിപ്പിച്ച അന്നെ വിശക്കുന്നത് എന്താ പൊറക്കിക്കും ബർത്ത്ഡേയാ? എന്നാച്ചടാ? എന്നോ ആച്ചു. யாராவது கேட்டா அண்ணன் கொண்டுட்டேன்னு சொல்லாதடா. നല്ലോണം കൊടുത്തിട്ട് വിട്ടാൽ മതി കേട്ടോ. இதுக்காக சத்தேன்டா மயிரே. ഡോണേ എന്നോട് ക്ഷമിക്കണം. എഴുന്നേക്കട കൂട്ടാ. താങ്ക് യു ഡോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. അണ്ണാ ചവിട്ടി കൊല്ലണ്ട അവനെ. ഈ മോക്ഷ ക്ലബ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അയ്യോ ഇവിടെ ഒരു സൈക്കിൾ പോലും കാണുന്നില്ല ദൈവമേ. അയ്യോ ഞാനിപ്പോ ചാവേ. അയ്യോ ചേട്ടാ എന്താ ഈ മോക്ഷ ക്ലബ് എവിടെയാണെന്നറിയോ? ഈ മോക്ഷ ക്ലബ് എവിടെയാണെന്നറിയോ? മോക്ഷ ക്ലബ് റോക്കി ഭായ്. അതെ. ഒരു കാര്യം ഇപ്പോഴാണ് കയറി വരുന്നത് എല്ലാം കഴിഞ്ഞിട്ട്. അവിടെ വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കണ്ടായിരുന്നോടെ? ഇല്ല. ഇല്ലേ? ഇതേത് ഭ്രാന്തനാടാ?
ചൊല്ലി കീ ഉണ്ട്. കീ ഉണ്ടോ? അയ്യോ വിറയ്ക്കുന്നുണ്ടോ? അയ്യോ പേടിക്കണ്ട കേട്ടോ, പെട്ടെന്ന് ഭേദമാവും, എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും. ഞങ്ങളെ സൊസൈറ്റിയിൽ കേസാവും. പെട്ടി കൊള്ളാലോ തകരപ്പെട്ട. എന്റെ ബോക്സ്, അതാണ് എന്റെ ബോക്സ്. ഇതാണ് ഡോണ്ട കാണാൻ പോയ പെട്ടി. അതെ അതന്നെ. സുഗുണ പെട്ടി കണ്ടുപിടിച്ചേ, സുഗുണ പെട്ടി കണ്ടുപിടിച്ചേ. കാണടാ, കണ്ടു പഠിയാ. മുണ്ടങ്ങളെ അന്ത പൊട്ടി നമ്മ പൊട്ടിടാ കുടിടാ. Hands up! Hands up! എന്റെ ഫോൺ തരിപ്പണമായില്ല. ആ ഫോൺ തരുമോ? കൊളയാനാ? അയ്യോ ഫോണ് മാറിപ്പോ ഇത് കളറിന്റെ ഫോണ്. അത് അൺലോക്ക് ആവട്ടെ കോളേ. ഹലോ മാഡം, ഞാൻ ഇവിടെ വലിയൊരു തിരക്കിലാ. ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. എടാ കള്ള വിക്രമ, നീ നോക്കടാ നോക്കടാ ഫോൺ നോക്കടാ ഫോൺ നോക്കടാ ഫോൺ നോക്കടാ. ഇപ്പൊ വീഡിയോ ഞാൻ ഫോൺ നോക്കടാ ഫോൺ നോക്കി കാണിക്കാതെ ഫോൺ നോക്കടാ നോക്കടാ നോക്കടാ. ഇപ്പൊ വീഡിയോ എടാ കള്ള. അപ്പൊ ഇത് ആകാശഗംഗയല്ല, നിന്റെ ഫേസ് ഡിറ്റക്ഷൻ ആയിരുന്നല്ലേ? ഓ, ഇത് ഫേസ് ഡിറ്റക്ഷനാ. പെട്ടിയും കെട്ടിട്ട് പ്രഗത്ഭനായ എന്നെ തന്നെ ആ കേസ് ഏൽപ്പിക്കാൻ നീ കാണിച്ച ധൈര്യം അപാരം തരണം. പുറത്തന്വേഷിച്ചപ്പോ നീയാണ് ഏറ്റവും വലിയ പൊട്ടൻ നടക്കണ മണ്ട. അണ്ണാ അണ്ണ തീ പിടിച്ചു പോന്ന് ആളാണ് അടിക്കുന്നത്. എടാ പരമ പൊട്ട, അത് വയറിലാമല്ല പോലീസ് ഓടി രക്ഷപ്പെടാൻ നോക്കടാ. ലൈസൻസ് കഴിഞ്ഞ വെള്ളിയാഴ്ച എക്സ്പയർ ആയി, ഓടി രക്ഷപ്പെടാൻ നോക്കടാ. അവന്മാരോട് പറഞ്ഞു നാളെ കാണാം. ചരമക്കുളക്ക് ഇപ്പൊ എന്ത് കളറാണെന്നാ, പുതിയാണ്. പിടികിട്ട പുള്ളി ജമ്പർ തമ്പിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണത്തിന് ദുരൂഹതയൊന്നുമില്ലെന്ന് അടുത്ത ബന്ധു കുപ്പിച്ചില്ല് കുമാർ അറിയിച്ചു. കഴിഞ്ഞ 7 വർഷമായി ഇന്റർപോളിനെയും ഗൾഫ് പോലീസിനെയും ഒരുപോലെ തലവേദനയായിരുന്ന സന്താനം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഞ്ഞപ്ര നീലകണ്ഠൻ പോലീസ് പിടിയിൽ. ഇത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ നേട്ടമാണെന്ന് മുതിർന്ന പോലീസ് മേധാവി മാധ്യമങ്ങളെ അറിയിച്ചു. ഈ സംഭവ വികാസങ്ങൾക്ക് പുറകിൽ അതിഭയങ്കരന്മാരായ 2 മലയാളി ഡിറ്റക്ടീവ്സ് ആണെന്നാണ് അഭ്യൂഹം. അവർ ആരായാലും അവർ ഇന്ത്യക്കാരാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞ നമ്മുടെ ഫോട്ടോയും പേരും കൂടി പത്രത്തിൽ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നെങ്കിലേ അടിച്ചു പൊളിച്ചിരുന്ന സംഭവം. ഇന്റർനാഷണൽ മിസ്സാണോ? ഇന്റർനാഷണൽ മിസ്. പോലീസ് വരുന്നതിന് മുമ്പേ ഓടി രക്ഷപ്പെടണ്ടായിരുന്നു. സത്യം. ഞാൻ ആ ചോപ്പ് ഷർട്ടുകാരൻ്റെ അടി പിടിച്ചിട്ടാ ഓടിയത്. ഓർപ്പിക്കല്ലേ. പോട്ടെ. ഹലോ ഡോൺ. ഹലോ ഡിക്റ്റേറ്റർ സുഖു. ഓ സുഖം. അവിടെ എങ്ങനെ? ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടാ. ഞാൻ എന്റെ സഹോദരങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ഫുള്ള് കോംപ്രമൈസ് ആക്കി. സന്തോഷം. Now we are together. ഞാനിപ്പോ വിളിച്ചതേ അറിയാം, പേയ്മെന്റിനെ കുറിച്ച് പറയാല്ലേ? അല്ലാതെ അല്ലേ അല്ലേ വേറൊരു ടാസ്ക് തരാൻ വേണ്ടിട്ടായിരുന്നു. ടാസ്ക്? ഓ എന്റെ അനിയൻ കൃഷ്ണന്റെ ഫ്ലാറ്റിൽ നിന്ന് ലാപ്ടോപ്പ് മോഷണം പോയി. ലാപ്ടോപ്പോ? അതില് പല രഹസ്യങ്ങളുണ്ട്.
അതൊന്നുമല്ല. ഏതോ 2 ഡിറ്റക്റ്റീവ്സ് വന്നിട്ട് എന്തൊക്കെയോ അന്വേഷണം നടത്തി. ഫുള്ളായിപ്പ് ടീംസ്. പിന്നെ വന്നവർ മലയാളാടാ. 2 മലയാള ഡിറ്റക്റ്റീവ്സ്. ജി കൃഷ്ണൻ നായർ. ജി കൃഷ്ണൻ നായർ ഗുരുലകൃഷ്ണൻ നായരോ? അതാണോ? ചിലപ്പം ആ പാവങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും അല്ലേ? അവന്മാരെ കൊണ്ട് നടക്കുന്നൊന്നുമില്ല. അതുകൊണ്ടുള്ള കൃഷ്ണൻ നാട്ടിൽ നിന്ന് ഒരു ഏജന്റിനെ വരുത്തിയിട്ടുണ്ട്. ഏജന്റോ? ഇൻഷുറൻസ് ഏജന്റ് ആയിരിക്കും. ഇൻഷുറൻസ് ഏജന്റ് ആണോ? അല്ല ഏജന്റ് വേണം. അല്ല അപ്പൊ ആ 2 മലയാളി ഡിറ്റക്റ്റീവ്സിന്റെ കാര്യം അത് വിട്ടേക്ക്. നമുക്കൊന്നുമില്ല. അത് ഏജന്റ് നോക്കിക്കോളും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇതാര്? Ha 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 ha!